ഗുരുവായൂർ ദേവസ്വം കീഴടമായ കുന്നംകുളം തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠയും കർപ്പൂരാദി നവീകരണ സഹസ്രകലശവും ജൂലൈ 8 മുതൽ 18 വരെയുള്ള ദിവസങ്ങളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബുധനാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്കു ശേഷം ആചാര്യവരണം, മുളയിടൽ, പ്രസാദശുദ്ധി, അസ്ത്രകലശപൂജ, രക്ഷോഘ്നഹോമം, വാസ്തുഹോമം, മാസ്തകലശപൂജ, വാസ്തുബലി, വാസ്തുകലശാഭിഷേകം, അത്താഴപൂജ തുടങ്ങിയ ചടങ്ങുകളോടെയാണ് പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് തുടക്കമാവുക. 11 ദിവസങ്ങളിലായി നടക്കുന്ന പുനഃപ്രതിഷ്ഠ, കർപ്പൂരാദി നവീകരണ സഹസ്രകലശ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രിമാരായ കരകന്നൂർ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി, വാസുദേവൻ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ആലുവ തന്ത്രവിദ്യാപീഠം പ്രിൻസിപ്പൽ പി ബാലകൃഷ്ണ ഭട്ടിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ പ്രമുഖ താന്ത്രികാചാര്യന്മാർ, വൈദിക ശ്രേഷ്ഠന്മാർ തുടങ്ങിയവർ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളിൽ പങ്കെടുക്കും. പ്രധാന പ്രതിഷ്ഠയായ ശിവനു പുറമെ സ്വയംഭുവായ ശിവനുമുള്ള കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് തലക്കോട്ടുകര ശിവക്ഷേത്രം. പ്രതിഷ്ഠയായ ശിവനും സ്വയംഭുവായ ശിവനും പ്രത്യേകമായാണ് പുനഃപ്രതിഷ്ഠ, കർപ്പൂരാദി നവീകരണ സഹസ്രകലശ ചടങ്ങുകൾ നടക്കുക. ജൂലൈ 18 ശനിയാഴ്ച സമാപന ദിവസം രാവിലെ മുതൽ ഗണപതി ഹോമം, നടതുറക്കൽ, കണികാണിക്കൽ, തൈലാഭിഷേകം, വാഗചാർത്ത്, ഉഷപൂജ, സഹസ്രകലശം, പരികലശാഭിഷേകം, വലിയപാണി ബ്രഹ്മകലശാഭിഷേകം, ഉച്ചപൂജ, പ്രസാദ വിതരണം, ശ്രീഭൂതബലി തുടങ്ങിയ ചടങ്ങുകൾ സ്വയംഭൂ ശിവനായും, നടതുറക്കൽ, കണികാണിക്കൽ, തൈലാഭിഷേകം, വാഗചാർത്ത്, പ്രോക്തശാന്തി ശൈലാഭിഷേകം, പാണി തത്വകലശാഭിഷേകം, കർപ്പൂരാദി പരികലശാഭിഷേകം, വലിയപാണി കുംഭേശകലശാഭിഷേകം, ബ്രഹ്മകലശാഭിഷേകം, ഉച്ചപൂജ, പ്രസാദ വിതരണം, ശ്രീഭൂതബലി എന്നീ കർമ്മങ്ങൾ പ്രതിഷ്ഠയായ ശിവനായും നടത്തും. സമാപന ദിവസം രാവിലെ 11 മണി മുതൽ ഭക്തജനങ്ങൾക്കായി അന്നദാനവുമുണ്ടാകും. 63 വർഷങ്ങൾക്കു ശേഷം ക്ഷേത്രത്തിൽ നടക്കുന്ന പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾക്കുള്ള ചെലവുകൾ വഹിക്കുന്നത് ഗുരുവായൂർ ദേവസ്വമാണ്. ക്ഷേത്രമേൽശാന്തിമാരായ VM ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ER അജിത് നമ്പൂതിരി എന്നിവർ ചടങ്ങുകളിൽ സഹകാർമ്മികരാകും. വാർത്താസമ്മേളനത്തിൽ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ PK സുനിൽ, TR സജീവ്, മാധവ മേനോൻ, PM പ്രദീപ് എന്നിവർ പങ്കെടുത്തു.